ഹലോ ഫ്രണ്ട്സ്, അജ്മലാണ്. വെൽക്കം ബാക്ക് ടു ടെക് ആൻഡ് ട്രാവൽ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു കുഞ്ഞു സ്പൈറോട്ടോയ് അല്ല, ഒരു വലിയ സ്പൈറോട്ടോയാണ്. അതായത് നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നത് കുഞ്ഞു സ്പൈറോട്ടോയാണ്. അതായത് ഒരു ചെറിയ കുഞ്ഞു സോഡാ കുപ്പിയൊക്കെ എടുത്ത് അടിച്ച് വരുത്തിയിട്ട് 2 ഹോളൊക്കെ ഇട്ട് അല്ല നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഞാൻ നിർമ്മിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വലിയ സ്പൈറോട്ടോയാണ്. അതായത് ചോക്കോബാറിൻ്റെ സ്റ്റിക്കൊക്കെ വെച്ച് വലുതൊരെണ്ണം ഉണ്ടാക്കിയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ടോ, അപ്പോൾ അത് മനസ്സിലാവും. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോയ്ക്ക് ഒരു 1000 ലൈക്ക് വേണം. അതായത് ഒരു 10,000 വ്യൂസ് കിട്ടും, ഒരു 1000 ലൈക്ക് വേണം. അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോയും ലൈക്ക് ചെയ്തേക്കാം. കൂടാതെ നമ്മളെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എഴുതി വെച്ചേക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എന്തായാലും ഇതിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുത്തേക്കുന്നത് ഇതേപോലെ 3 കുഞ്ഞ് ക്രാഫ്റ്റ് സ്റ്റിക്കാണ്. അതായത് ചോക്കോബാറിനൊക്കെ വരുന്ന സ്റ്റിക്കില്ലേ, ആ സ്റ്റിക്കാണ് എടുത്തേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എൻ്റെ കൈയുടെ ഇത്രയും നീളമുണ്ട്, അതായത് ഒരു 12 സെൻറ്റിമീറ്റർ നീളമുണ്ട്. ഇനി നമ്മൾ എന്തോ ചെയ്യാമെന്ന് വെച്ചാൽ ഇതൊന്ന് കളർ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ സ്കെച്ച് പെൻ എടുത്തിട്ടുണ്ട്. അപ്പം പുതിയ സ്കെച്ച് പെന്നാണ്, നമുക്കൊന്ന് പൊട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ചുവപ്പും നീലയും പച്ചയാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഒരു കളർ കോമ്പിനേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഇപ്പം ആ കളർ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എടുക്കാം. ഇനി നമുക്ക് ആ സ്റ്റിക്കിനെല്ലാം ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ആദ്യം റെഡാണ് അടിക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് മൊത്തം അടിച്ചിട്ട് അതിന് ശേഷം എൻ്റെ ആ ബാക്ക് സൈഡ് അടിച്ചു കൊടുക്കാം. അതിനുശേഷം അതുപോലെ തന്നെ അടുത്തത് നീലെടുക്കാം. ആ നീലെടുത്തിട്ട് ആ ഫസ്റ്റ് സൈഡ് ആദ്യം ഫ്രണ്ട് സൈഡ് ആദ്യം അടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ അതിന് ശേഷമുള്ള ബാക്ക് സൈഡ് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തായിട്ട് നമ്മൾ എടുക്കാനുള്ളത് പച്ചയാണ്. അപ്പോൾ പച്ച എടുത്ത് ഫ്രണ്ട് സൈഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ബാക്ക് സൈഡ് കൊണ്ടൊന്ന് അടിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആ സ്കെച്ച് പെന്നിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്തോ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് ഒരു എക്സ് ഷേപ്പിൽ വെച്ച് കൊടുക്കണം. അതായത് സ്പൈറോട്ടോയ് നിർമ്മിക്കാനാണ്. അപ്പോൾ ഈ കാണുന്ന പോലെ 2 എണ്ണം എടുത്തുകൊണ്ട് ഇതേപോലെ ഒരു എക്സ് ഷേപ്പിന് വെച്ച് കൊടുക്കണം. അടുത്തായിട്ട് നമ്മൾ ആ റെഡ് സ്റ്റിക്കും കൂടെ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. നമുക്ക് സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ അതിന് വേണ്ടി നമുക്കൊന്ന് ഫ്ലെക്സ് ക്യൂക്ക് എടുക്കണം. അതായത് സൂപ്പർലോ ഇല്ലേ, അതിൻ്റെ വലിയ പാക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ വലിയ പാക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ പാക്കറ്റ് ഒട്ടിച്ചെടുത്താൽ മാത്രം മതി. ഫ്രണ്ട്സ്, അപ്പോൾ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ പെട്ടെന്ന് ഒട്ടുന്നതായിരിക്കും. അത് കയ്യിലൊന്നും വീഴാൻ ശ്രദ്ധിക്കുക. കയ്യിലൊക്കെ വീണാൽ പോകാൻ പാടായിരിക്കും. അതുകൊണ്ട് കയ്യിലൊന്നും വീഴാതെ കറക്റ്റ് നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സ്പൈറോട്ടോയ് നല്ല അടിപൊളിയായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഓക്കെ, നല്ലപോലെ ഒട്ടിയിരുന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തോ ചെയ്യാമെന്ന് വെച്ചാൽ ഈ സ്പൈറോട്ടോയ് ഒന്ന് ഹോൾട്ട് എടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് രണ്ട് ഹോൾ അടയാളപ്പെടുത്തണം. ഈ പേനുകൊണ്ട് അടയാളപ്പെടുത്തില്ല, അതേപോലെ 2 കുഞ്ഞ് ഹോൾ അടയാളപ്പെടുത്തണം. അതിൻ്റെ സെൻറ്ററിലായിട്ട് 2 ഹോൾ അടയാളപ്പെടുത്തിയിട്ട് നമുക്കൊന്ന് ഹോൾട്ട് എടുക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു വലിയ പിന്നാണ് എടുത്തേക്കുന്നത്. ഞാൻ ഡ്രില്ല് യൂസ് ചെയ്തിട്ടില്ല. ഡ്രില്ല് യൂസ് ചെയ്തപ്പോൾ ഡ്രില്ലാത്തവരാണെങ്കിൽ അത് ചെയ്യാൻ പാടായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പിന്നുകൊണ്ട് കാണിക്കുന്നത്. നമ്മൾ കുറേ നേരം പരിശ്രമിച്ചാലേ ഹോൾ വീഴുക. നമ്മൾ കുറേ നേരം ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ നേരത്തെ പരിശ്രമത്തിനുള്ളിൽ നമ്മൾ 2 ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ 2 വലിയ ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തോ ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ച് നൂലെടുത്തിട്ടുണ്ട്. അതായത് ഒരു 30 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ നൂലെടുത്തിട്ടുണ്ട്. അങ്ങനെ ആദ്യം ഒരു തുമ്പ് ഒരു ഹോളിൽ കൂടെ അകത്തോട്ട് എടുക്കുക. എന്നിട്ട് അതേ തുമ്പ് തന്നെ ഇതേപോലെ ഉള്ളിലോട്ടെടുക്കാം. അപ്പോൾ ഇത് നിർമ്മിക്കാൻ, ഈ സ്പൈറോട്ടോയ് നിർമ്മിക്കാൻ അറിയുന്നവർക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, അവർക്കറിയാം. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതിന് ശേഷം നമ്മൾ 2 തുമ്പും കൂടെ ഇതേപോലെ ഒന്ന് പിടിച്ച് കെട്ടി കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സ്പൈറോട്ടോയ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കെട്ട് ഇട്ടിട്ടുണ്ട്. ആ കെട്ട് പൊട്ടായിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് ലൈറ്റർ വെച്ച് കത്തിച്ച് കൊടുക്കുക. അപ്പോൾ പിന്നെ ഒരിക്കലും ആ കെട്ട് പൊട്ടത്തില്ല. പിന്നെ നമുക്ക് നൂല് മാറ്റേണ്ട എടുത്തില്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ സ്പൈറോട്ടോയുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് സ്പൈറോട്ടോയ് കിട്ടുന്നത്. ഇനി നമുക്ക് എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇനി ഇതുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട്സ്, നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സ്പൈറോട്ടോയ് അടിപൊളിയായിട്ട് നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടെസ്റ്റ് ചെയ്യാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരത്തെ നൂല് കൂടുതലിട്ടായിരുന്നു. അപ്പോൾ നൂല് നമുക്ക് നൂല് കുറച്ചാലും ഇത്ര നീളമാക്കിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമുക്ക് എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ,
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോയ്ക്ക് 1000 ലൈക്സ് വേണം. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോ നേരെ വെച്ചേക്കുക. കൂടാതെ നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഫ്രണ്ട്സ്, അതുവരെ ബൈ ബൈ.